മേഡം വന്നിട്ടുണ്ട്, ഗേറ്റ് തുറക്ക്. ആന്റി, ആ ഫയൽ ഒന്ന് എടുത്തു തന്നെ. ആ നിക്ക്. മേഡം, പുതിയ മാനേജർ വന്നിട്ടുണ്ട്. നമസ്കാരം മാഡം. ഇതെന്റെ സഹോദരൻ ചന്ദ്രശേഖർ, വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്. ഇവളെന്നെ സംശയത്തോടെ നോക്കുന്നല്ലോ. ഒരുപക്ഷെ ബോംബ് വെച്ചത് ഞാനാണെന്ന് അറിഞ്ഞു കാണൂ. നൈസ് ടു മീറ്റ് യു സർ. ആ ഓ, രക്ഷപ്പെട്ടു. അവക്ക് മനസ്സിലായിട്ടില്ല. എന്റെ മകൻ ആനന്ദ്, എന്റെ മകൾ വൈഷ്ണവി. ഹായ്. ഹലോ. ഹലോ. ആ, നിന്നെ ഞങ്ങളുടെ കമ്പനിയുടെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. വാ, ഇരിക്കും. ഇദ്ദേഹത്തിന്റെ പേര് നികേഷ് കുമാർ. മകളുടെ കല്യാണത്തിന്റെ ഇവന്റ് നമുക്കാ തന്നിരിക്കുന്നത്. ആ ഇവന്റ് ആനന്ദും വൈഷ്ണവിയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടാലോ? ഷുവർ മാഡം. ആനന്ദ്, സ്റ്റാർട്ട് ചെയ്തോളൂ. വെഡിങ് പ്ലേസിന്റെ മെയിൻ എൻട്രൻസ് ഗ്രീക്ക് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ ഹാള് വരെ ഇറ്റാലിയൻ ഫ്ലവേഴ്സ് കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിക്കാം. എല്ലാ ഇന്റീരിയേഴ്സും റിച്ച് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. സ്റ്റേജ് US മോഡലിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഫുഡിന് വേണ്ടി ചൈനീസ് ഷെഫിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഓൾ ടൈപ്സ് ഓഫ് നോൺ വെജ് ഐറ്റംസും ഉണ്ടാവും. ബ്രൈഡിനും ബ്രൈഡ് ഗ്രൂമിനുള്ള ഡ്രസ്സസ് പാരീസ് ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. എന്താ വേടാ ഇത്? എത്ര കോടി സമ്പാദിച്ചാലും നമ്മൾ തെക്കേ ഇന്ത്യക്കാരാ. ഞങ്ങളുടെ മകളുടെ കല്യാണം ആചാരപ്രകാരം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവർ രണ്ടാളും US, ഇറ്റലി, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ് വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോവുക. സോറി മാഡം. താൻ ഉടനെ എഴുന്നേറ്റ് പുറത്തു പോകാനാണോ ഇത്രയും മോശപ്പെട്ട ഡിസൈന് ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്? ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. 1 മിനിറ്റ് സർ. സാർ ഇരിക്കൂ. മാഡം ഇരിക്കൂ. ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ വേറെ ഇവന്റ് കമ്പനി നോക്കിക്കോളാം.
അറിയാം സർ. നമ്മൾ എത്ര കോടി സമ്പാദിച്ചാലും മകളുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഏതൊരച്ഛനും ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് തരില്ലേ പ്ലീസ് സർ? വെള്ളം കുടിക്കൂ സർ. ആദ്യം നിങ്ങൾ കാര്യം പറയും. 5 ദിവസത്തെ കല്യാണം സാറിന് ഓക്കെയാണോ? വാട്ട്? ഇത് ഈ കാലഘട്ടത്തിലെ കല്യാണമല്ല, പഴയ കാലത്തെ കല്യാണ രീതിയാ. കല്യാണം 5 ദിവസം നടത്തും. ഓരോ ദിവസവും ഓരോ ചടങ്ങുകളാ. മുറ്റത്ത് നല്ല കോലമിട്ട് 2 വശത്തും വാഴക്കുലകൾ കെട്ടി മാവില കൊണ്ട് തോരണമിട്ട് ഇലയിൽ ചോറ് വിളമ്പി പരവതാനി വിരിച്ച് പട്ടുസാരിയും പട്ടുമുണ്ടും ധരിച്ച് നാദസ്വരവും കച്ചേരിയും നടത്തി. നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോ കേട്ടോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാമോ? ഇങ്ങനെയൊക്കെ നടത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ തന്നെയാ എന്റെ മകളുടെ കല്യാണം നടത്താൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം. സുമിത്ര മാഡം, ഈ മാനേജർ പറഞ്ഞതുപോലെ തന്നെ എന്റെ മകളുടെ കല്യാണം നടക്കണം. തീർച്ചയായിട്ടും നടത്താം. അഡ്വാൻസ് ചെക്ക് എന്റെ PA കയ്യിൽ കൊടുത്തയക്കാം. കല്യാണത്തിന്റെ ജോലികൾ ഉടൻ തന്നെ ആരംഭിച്ചേക്കും. ഓക്കെ, എന്നാ പോയിട്ട് വരാം. ശരി സർ. നമസ്കാരം. ശരി മാഡം. പോയിട്ട് വരും. താങ്ക് യു വസുന്ധര. നീ കാരണമാ ഞങ്ങൾക്ക് ഈവന്റ് കിട്ടിയത്. വസുന്ധരയെ കണ്ടു പഠിച്ചോളൂ. വെഡിങ് ഇവന്റ് ചെയ്യാൻ പറഞ്ഞ നിങ്ങളുടെ ക്ലബ്ബ് കൾച്ചറും വൃത്തികെട്ട കൾച്ചറും അല്ല ഇവിടെ വേണ്ടത്. എന്നാ പിന്നെ ഞങ്ങളെ എന്തിനാ വിളിച്ചത്? വിളിച്ചു വരുത്തി അപമാനിക്കാൻ വേണ്ടിയാണോ? ഇനി ഞങ്ങളെ മേലാൽ ഇങ്ങോട്ട് വിളിച്ചു പോരുന്നു. വിളിച്ചിട്ട് ഇങ്ങനെ നാണം കെടുത്തേണ്ട ആവശ്യമില്ല. Go to hell. You and your bloody events. വൈഷ്ണവി നിൽക്ക്, പോകല്ലേ. ഞങ്ങളെ തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. Be in your limits. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ചേച്ചി. അവർക്ക് ബുദ്ധി ഉപദേശിച്ച് ഞാൻ അവരെ തിരികെ കൊണ്ടുവരാം. എന്താ മാഡം ഇത്? എന്റെ വിധിയാ ഇതൊക്കെ. എന്നെ പോലെ ഒരാൾക്ക് ഇതുപോലുള്ള മക്കളൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല മാഡം. അവര് രണ്ടുപേരും ചെറിയ പ്രായക്കാരാ. മനസ്സിലാക്കി ചെയ്യാനുള്ള പ്രായം അവർക്കായില്ല. അവർക്ക് വരേണ്ടത് പ്രായമൊന്നും അല്ല വസു, ക്ഷമയും ഉത്തരവാദിത്വമാ. അതെപ്പോ ഉണ്ടാകുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ ഓഫീസിൽ വന്നതുപോലെയായി. ഇങ്ങനെയൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. ദാ നോക്ക്, ചെറിയച്ചൻ പറഞ്ഞുകൊണ്ടാ ഓഫീസിലേക്ക് വന്നത്. ചെറിയച്ചൻ പറഞ്ഞുകൊണ്ടാ ഡിസൈനിങ് ചെയ്തത്. ഇപ്പതാ നാണം കെടുകയും ചെയ്തു. സോറി ആനന്ദ്. സോറി വൈഷ്ണവി. നിങ്ങളുടെ ഡിസൈനും സത്യത്തിൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ അമ്മ അത് മനസ്സിലാക്കിയില്ല. ആ ക്ലയൻസിനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. മാരേജ് ഫംഗ്ഷൻ മോഡേൺ ആക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചപ്പോൾ അവരാണെങ്കിൽ വാഴയും തോരണവും ഒക്കെ പറഞ്ഞ് പഴയ കാലം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ വെറുതെ ഡിസപ്പോയിന്റ് ആകണ്ട. അല്ല, ഈ വസുന്ധര ആരാ ചെറിയച്ച? അവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾ എന്താ പഠിക്കണ്ടേ? പുതിയ മാനേജറല്ലേ, എന്നോട് പോലും പറയാതെയാ നിന്റെ അമ്മ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ജോലിക്ക് വന്ന അന്ന് തന്നെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്തു. ഞങ്ങളുടെ ഡിസൈൻ ചവിട്ടുകുട്ടയിലാക്കി. അവര് നമ്മുടെ ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്കിഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇന്ന് വരെ ഓഫീസിൽ നിന്നിട്ടുണ്ടോ? നമ്മൾ ഉടനെ പറഞ്ഞയച്ചിട്ടില്ലേ? ഈ വസുന്ധരയെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി ചെറിയച്ച. എന്തെങ്കിലും ഒരു റീസൺ കണ്ടെത്തി അവളെങ്ങ് പറഞ്ഞു വിട്ടേക്ക്. തീർച്ചയായും ചെയ്യാം മോളെ. ഇനി എന്റെ ആദ്യത്തെ പണി അത് തന്നെയാ മോളെ. ഇനിയെങ്കിലും നിങ്ങൾക്ക് കോൺഫറൻസുകളിൽ വന്നൂടെ? നല്ല തലവേദന ഉണ്ട് ചെറിയച്ച. ക്ലബിലോട്ട് പോയി ഒരു ചില്ഡ് ബിയർ കുടിച്ചാലേ അതങ്ങ് മാറും. നിന്റെ ഇഷ്ടം ആനന്ദ്. വൈഷ്ണവി എന്താ ചെയ്യാൻ പോകുന്നേ?
ഞാനും എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാ ചെറിയച്ച. എനിക്ക് തല വേദനിച്ചിട്ട് വയ്യ. നിങ്ങളുടെ തലവേദനയ്ക്കുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ടല്ലോ. ചെന്ന് നിങ്ങളുടെ തലവേദനയെല്ലാം മാറ്റിക്കോ. എൻജോയ് ചെയ്യേ. താങ്ക് യു ചെറിയച്ച. നിങ്ങളുടെ തലവേദനയെ അതിൻ്റെയൊക്കെ തുടക്കം. ഈ വെറുപ്പ എൻ്റെ വരുമാനം. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ വസുന്ധരയെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണം. അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. മോളെ വസു, 5 ദിവസത്തെ കല്യാണത്തെക്കുറിച്ച് വളരെ നന്നായി നീ പറഞ്ഞു. പണ്ടത്തെ കാലത്ത് എന്റെ കല്യാണവും 5 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊക്കെ മറന്നുപോയി. ഇപ്പൊ നീ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഓർക്കുക. താങ്ക് യു മാഡം. നമ്മുടെ ആനന്ദിന്റെ വൈഷ്ണവിയുടെയും കല്യാണവും 5 ദിവസത്തെ ആഘോഷമാക്കണം. അങ്ങനെ ചെയ്യാം മാഡം. അതിരിക്കട്ടെ, നീ ഈ കാലഘട്ടത്തിലെ കുട്ടിയല്ലേ. 5 ദിവസത്തെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ നിനക്കെങ്ങനെ അറിയാം? എന്റെ ഭർത്താവിന് അറിയാം ഈ കാര്യം. എന്റെ ഏട്ടനും ഒരു കാലത്ത് ഈവന്റ് ഓർഗനൈസർ ആയിരുന്നു. ഓഹോ, അദ്ദേഹത്തിൽ നിന്നാ ഞാനിതെല്ലാം പഠിച്ചേ. ആ ഒരു എക്സ്പീരിയൻസിലാ ഞാൻ ഈ 5 ദിവസത്തെ കല്യാണക്കാര്യം പറഞ്ഞത്. ഒരുപാട് കാലത്തിന് ശേഷം നിന്റെ രൂപത്തിൽ നല്ലൊരു മാനേജറെ കിട്ടിയിരിക്കുക. ഇവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ നിനക്ക് പരിചയപ്പെടുത്താം. വാ. ആ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ഇന്നു മുതൽ നമ്മുടെ കമ്പനിയിൽ പുതിയ മാനേജർ ജോയിൻ ചെയ്തിരിക്കുക. ഇവന്റ്സ് നടത്തുന്നതിൽ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ പുതിയ മാനേജരോട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. നമ്മൾ ഉടൻ തന്നെ വലിയൊരു മാരേജ് ഇവന്റ്സ് ചെയ്യാൻ പോവാ. അതിനെപ്പറ്റി നിങ്ങളുടെ പുതിയ മാനേജർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളിൽ ചിലർ പുതുതായി ജോയിൻ ചെയ്തതുകൊണ്ട് മാനേജർക്ക് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും. മീറ്റ് മിസ്സസ് വസുന്ധര, അവർ ന്യൂ മാനേജർ. മോളെ വസുന്ധര, ഇനി വരൂ. ഹലോ എവരിബഡി. അയ്യോ, ഇവളെങ്ങനെ ഇവിടെ മാനേജരായി? ഇവരൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നേ? ഇവര് ജോലി ചെയ്യുന്നത് ഈ കമ്പനിയിലായിരുന്നോ? വസു, ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റാഫുകൾ. ഇവരിൽ ഡ്രസ് ഡിസൈനർ, സ്റ്റേജ് ഡെക്കറേറ്റർ, കാറ്ററിംഗ് എക്സ്പേർട്സ്, ഫ്ലവർ എക്സ്പേർട്സ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. മാഡം, ഇവരൊക്കെ എന്റെ ഇവരെല്ലാം പുതിയതായി അപ്പോയിന്റ് ആയവരാ. എല്ലാ എംപ്ലോയീസും ബാച്ചിലേഴ്സാ. ബാച്ചിലേഴ്സിനെ മാത്രം അപ്പോയിന്റ് ചെയ്ത് എന്തിനാ ചന്ദ്രശേഖർ? കല്യാണം കഴിയാത്തവരാകുമ്പോ അവർക്ക് വലിയ ഉത്തരവാദിത്വം വരില്ലേ ചേച്ചി? കൂടുതൽ സമയം ജോലി ചെയ്യും, ടൈമും വേസ്റ്റ് ആവൂല. അതുകൊണ്ടാ കല്യാണമാകാത്തവർക്ക് ജോലിയെന്ന് കണ്ടീഷൻ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓഹോ, കാർത്തിക വീട്ടിൽ നിന്ന് താലി വേണ്ടെന്നും പറഞ്ഞിറങ്ങിയത് ഇതിനായിരുന്നോ? കല്യാണം കഴിഞ്ഞവര് ശരിക്കും ജോലി ചെയ്യില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇനി ഇങ്ങനെയുള്ള വെട്ടിത്തരങ്ങളൊന്നും കാണിച്ചേക്കരുത്. ഈ ബാച്ച് വരെ ഉള്ളൂ ആ റൂള് ചേച്ചി. വസു, ഇന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ. നാളെ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാഡം. രാമു, രാമു, വസു മേഡത്തെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ ഡ്രൈവറോട് പറ. അതൊന്നും സാരമില്ല മാഡം, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. അത് പാടില്ല. ഇനി മുതൽ ഞാൻ പറയുന്നത് വേണം നീ അനുസരിക്കാൻ.
ഇനി മുതൽ നീ കാറിൽ വരണം. ദിവസവും വീട്ടിലേക്ക് കാർ അയക്കും. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. രാമു, മാഡത്തിന്റെ ബാഗ് അകത്തുണ്ട്, എടുത്തോണ്ട് വാ. ശരി മാഡം. ഈ വസുന്ധര എൻ്റെ തലയിൽ കയറി ഇരിക്കും മുമ്പേ അവളെ ഫയർ ചെയ്ത് ഇവിടെ നിന്ന് ഇറക്കി വിടണം. ചന്ദ്രശേഖർ, ചേച്ചി. മറ്റ് സ്റ്റാഫുകളെ പറഞ്ഞു വിട്ടേക്കും. രാവിലെ നേരത്തെ വരാൻ പറയും. ശരി ചേച്ചി. അതെ, ഇങ്ങോട്ട് വന്നേ. വഴിയിൽ ഇങ്ങനെ ചെടികളൊക്കെ കൊണ്ടുവച്ചാ എങ്ങനെ? ഇനി എല്ലാം മറിഞ്ഞിരണോ? സൈഡിലോട്ട് മാറ്റി വെക്ക്. എന്ത് ജോബാ ഏട്ടാ? നല്ല ജോലി തന്നെ അബി. അക്കൗണ്ട് സെക്ഷനിലാണോ ഭാസ്കരേട്ടാ? അതുപോലെയൊക്കെ തന്നെ മോളെ. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇതിനെ ഇനി ആര് മാറ്റും? അതെ ഡ്രൈവർ, മാനേജർ വീട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മാഡം പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ, കാർ റിവേഴ്സ് ഇട്ടേ.